മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ പ്രകടനം. 1 പത്രോസ് 1:15-16 വായിച്ചാട്ടെ. മാതൃകയാകാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിനും വിശുദ്ധരാക്കുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ ദൈവമെന്തുവാ? വിശുദ്ധനാ. ദൂതന്മാർ അവനെ എങ്ങനെ വിളിക്കുന്നത്? വിശുദ്ധൻ, വിശുദ്ധൻ, വിശുദ്ധൻ. ഓൾ ഏഞ്ചൽസ് വിൽ കോൾ ഹോലി, ഹോലി, ഹോലി. നിന്നെ വിളിക്കുന്നവൻ ആരായപ്പോൾ? വിശുദ്ധനാ. ഇവിടെ ദൈവത്തിന്റെ നാമത്തിൽ ആരെ അറിയുന്നു? യേശുവിനെ. യേശു എന്തുവാ? വിശുദ്ധനാ. So holiness is your identity, that you belong to God, that you are called by God. ദൈവത്തിന്റെ പൈതലിനെ പോലെ നിന്നെ വിളിച്ചിരിക്കുന്നത്. ശരി, നിന്റെ തിരിച്ചറിവ് എന്തുവാ? വിശുദ്ധി. Holiness is your calling. വിശുദ്ധി നിന്റെ വിളിയാ. എൻ്റെ ദൈവം വിശുദ്ധനാ. And holiness is the fruit of practicing righteousness, which is a free gift. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നീതിയുടെ ഫലം. റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണോ അതിന്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. എല്ലാവരും പറഞ്ഞാട്ട്, വിശുദ്ധിയുടെ ഫലം വിശുദ്ധീകരണം. Holiness will make you represent the master who has called you. Holiness is the identity that the one who called you is holy. എത്ര പേർ വിചാരിക്കുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശുദ്ധനാ? നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കും. ആ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കണം. നിങ്ങളിൽ നിന്ന് എത്ര പേര് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു? The holiness is his representation. Second point, 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. So holiness will make the promises to fulfill in your life. എന്ന് പറഞ്ഞാൽ വിശുദ്ധി മുഖാന്തര വാഗ്ദത്തം പൂർത്തീകരിക്കുന്നത്. Holiness is powerful. എത്ര പേർക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്? അത് പൂർത്തീകരിക്കുവാൻ എത്ര പേരുടെ കയ്യിൽ ആ യന്ത്രങ്ങളുണ്ട്? എന്തുവാ? വിശുദ്ധി. അത് ഐശ്വര്യം നൽകും, ഭവനം നൽകും, കാർ നൽകും, നിങ്ങൾക്കും നിങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, സകലതും തരും. അത് പൂർത്തിക്കാനുള്ള യന്ത്രം എന്തുവാ? വിശുദ്ധി. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്. വലിയ രീതിയിൽ പലതും വെളിപ്പെടുത്തും വിശുദ്ധി മുഖാന്തരം. സകലരും പറഞ്ഞാട്ട്, വിശുദ്ധി വലിയ ആദരത്തോടെ, വലിയ അനുഗ്രഹത്തോടെ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ പ്രവർത്തിക്കണമേ. സ്പീക്ക് ഹോളി വേർഡ്സ്, ഗുഡ് വേർഡ്സ്. വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ എത്ര പേർ ആശിക്കുന്നു? ഹാവിംഗ് ദ പ്രോമിസസ്, പ്രാക്ടീസ് ദ ഹോളിനെസ്, ദാറ്റ് വിൽ കം ടു പാസ്. നമ്പർ 3, എബ്രായർ 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധി ഒരു ബന്ധമാ പിതാവും ഞാനുമായിട്ട്. യു കനോട്ട് സീ ഗോഡ് വിത്തൗട്ട് ഹോളിനെസ്. ഇറ്റ് എംപവേഴ്സ് യു ടു റിലേറ്റഡ് വിത്ത് ഗോഡ്. ഇറ്റ് കീപ്സ് യുവർ റിലേഷൻഷിപ്പ് സ്ട്രോങ്. ഇത് ബന്ധത്തിന്റെ കാര്യമാ. മണവാളനും നമ്മള് മണവാട്ടി. ഹോളിനെസ് വിൽ കീപ് ദ റിലേഷൻഷിപ്പ് ഓഫ് സീൻ. God will manifest himself to his wife, and he want to empower with what? Number 4, എഫേസ്യർ 5:3. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. So holiness is your qualification. പറഞ്ഞാട്ട്, വിശുദ്ധിയുടെ കാവൽക്കാരൻ. അത് ചെയ്യുന്ന കാര്യം വേറെ. എന്തുവാ മാറ്റിയത്? പേര് പോലും എടുക്കരുത്. നീതിമാൻ വീണാൽ പിന്നെയും എണ്ണിക്കും. അത് ശരിയാണോ അല്ലയോ? വീഴുന്നതോ എണ്ണിക്കുന്നതോ ഏതാ നല്ലത്? അനുഗ്രഹിക്കും. എത്ര പേർ വീഴാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു? വീഴുവാണെങ്കിൽ എഴുന്നേൽക്കുക, പിന്നെ വീഴാതിരിക്കുവാൻ പ്രാർത്ഥിപ്പീൻ. കാരണം നിന്റെ അധികാരം എന്തുവാ? പേരെടുക്കരുത്, മറന്നുപോവും. മറ്റുള്ളവരോട് പറഞ്ഞാട്ട് ചെയ്യരുത്, പേര് പോലും എടുക്കരുത്. അതിൻ്റെ അർത്ഥം വിശുദ്ധിയുള്ളവൻ ശക്തിയുള്ളവനാ. ആ പേര് പോലും എടുക്കരുത്. എല്ലാവരും പറഞ്ഞാട്ട്, ഇന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി അല്ലാത്ത കാര്യത്തിന് പേര് പോലും ഉണ്ടാകരുത്. എല്ലാവരും പറഞ്ഞാട്ട്, ഇന്ന് തൊട്ട് എൻ്റെ കുടുംബത്തിൽ ദുർനടപ്പിൻ്റെ പേര് പോലും ഉണ്ടാകരുത്. ലെറ്റ് ഹോളിനെസ് ഓവർടേക്ക് യു ഫ്രം ടുഡേ. എല്ലാവരുടെയും വീട്ടിൽ വിശുദ്ധി കടന്നു വന്ന് അവരുടെ എല്ലാ കുറവുകളെയും അവൻ മാറ്റട്ടെ. ഒരു പ്രാവശ്യവും ആ പേര് വരാതിരിക്കട്ടെ. നോട്ട് ഇവൻ വൺസ്. സീ ദാറ്റ് നൗ എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് ശക്തി തന്നിട്ടുണ്ട്. So saints are powerful.
വിശുദ്ധൻ ഇത്രയും വലിയ വ്യക്തിയാ. ദുർനടപ്പ് കേൾക്കാൻ പോലും ഒരു പ്രാവശ്യം വരരുത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരും. യു ആർ റിസീവിങ് ഇറ്റ്, നോട്ട് ഇവൻ ഫോർഗെറ്റ് ഡൂയിങ് ഇറ്റ്. യു കനോട്ട് ഇവൻ നെയിം ഇറ്റ്. ചെയ്യുന്നത് വേറെ കാര്യം, പേര് പോലും എടുക്കരുത്. 5 ലേവ്യർ 20:26, ലെവിറ്റിക്കസ് 20:26. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. പറഞ്ഞാട്ടെ, എൻ്റെ ജനം. ആരാ പറയുന്നത് എൻ്റെ ജനം? ദൈവം. സോ ഹോളിനെസ് പുട്സ് യു ഇൻ ഗോഡ്സ് ഫാമിലി. എല്ലാവരും പറഞ്ഞാട്ട്, വിശുദ്ധി എന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ചേർത്തു. ഇറ്റ് മേക്സ് യു ടു ഗോഡ്സ് ഫാമിലി. മറ്റുള്ളവരോട് പറഞ്ഞാട്ട്, ഞാൻ യഹോവയുടെ കുടുംബത്തിൽ നിന്നാ, ഞാൻ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന്, യേശുവിൻ്റെ കുടുംബത്തിൽ നിന്ന്. ഇറ്റ് മേക്സ് യു ലിവ് ഇൻ ഹിസ് ഫാമിലി. എൻ്റെ ജനം. യു ആർ മൈൻ. Holiness separates you from mankind and puts in God's kind. Somebody will remain in God's kind. 6 റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യവും നിത്യജീവനാകുന്നു. ദൈവത്തിൻ്റെ ദാസൻ പ്രവർത്തിക്കും. രോഗികൾക്ക് സൗഖ്യം കൊടുക്കും, വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കും, കുറവുകളെ മാറ്റും, കൊടുങ്കാറ്റിനെ നിർത്തും, മരുഭൂമിയെ ഒഴുകുന്ന നീരുറവയാക്കി മാറ്റും. ഹോളിനെസ് എംപവേഴ്സ് യു ടു ബി സർവൻസ് ഓഫ് ഗോഡ് ഡൂയിങ് ഹിസ് വർക്ക്സ്. ദൈവത്തിൻ്റെ ആ ദാസൻ പ്രവർത്തിക്കുന്ന ഓരോ കാര്യം വിശുദ്ധിയോ. യേശു പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യും. നിങ്ങൾ കരം വെച്ച സൗഖ്യം ലഭിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേര് നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ 5000 പേർക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നത് വിശ്വസിക്കുന്നു? എത്ര പേർ ചിന്തിക്കുന്നുണ്ട് ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നിങ്ങളത് പറയുമ്പോൾ അതങ്ങ് നിന്നു പോകുന്നത്? നിങ്ങൾ ആരാ? ദൈവത്തിൻ്റെ ദാസൻ. Holiness empowers you that you are the servants of most holy God. So holiness is also supernatural, above what the world is fearing about. ലോകം എന്ത് കണ്ട് ഭയപ്പെടുന്നു നിന്നെ അതിൽ നിന്ന് ഉയർത്തും. ലോകം ഏത് കാര്യത്തിൽ ഭയപ്പെടുന്നു, വിശുദ്ധ നിങ്ങൾക്ക് അതെന്ത് തരുന്നു? അധികാരം തരുന്നു. What the world is fearing, holiness will give authority over it. What is killing the world, you suspend it. What is carrying the world will be suspended by the holiness, because you are the servant of most high God. 7 1 Corinthians 3:16. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? You are the resident of Jehovah. You have given God the visa to stay in you permanently. You are God's residency. You are His place. നിന്റെ അകത്ത് നിരന്തരമായി വസിക്കുവാൻ അവകാശം ചോദിച്ചിട്ടുണ്ട്. Holiness qualifies you that you are God's residency. നിങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അവനെ ആരാധിച്ച്, അവനെ മഹത്വപ്പെടുത്തി, അവനെ സ്തുതിച്ച് വിശുദ്ധി ദൈവത്തിൻ്റെ വാസസ്ഥാനമാക്കി മാറ്റും നിങ്ങളെ. ഇന്ന് തൊട്ട് ചിലർ അവൻ്റെ നിവാസസ്ഥാനമാക്കി മാറ്റും. എല്ലാവരും അവനെ പുറത്താക്കുക. ആരൊക്കെ ആ വിശുദ്ധിയെ വിളിക്കുന്നു അവരുടെ പേരുകളെ അവൻ മാറ്റും. 2, നിന്റെ വാഗ്ദത്തത്തെ അവൻ പൂർത്തീകരിക്കും. 3, ദൈവത്തിൻ്റെ കൂടെ എന്തുവാ? ബന്ധമാ. 4 എന്തുവായിരുന്നു? ആ ദുർനാമം നമ്മൾ എടുക്കരുത്. ശുദ്ധീകരിച്ചു, നിങ്ങളെ ദൈവത്തിൻ്റെ ഒരു ദാസനാക്കി മാറ്റി. 5, നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി തീർന്നു. 6, അവൻ്റെ ദാസനായി അവനെപ്പോലെ പ്രവർത്തിക്കുവാൻ. 7, നിങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥാനമായി തീരും. എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം വിശുദ്ധിയുള്ളവനാ, എൻ്റെ വിളി വിശുദ്ധിയുള്ളതാ. ഇന്ന് തൊട്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാനിഫെസ്റ്റേഷൻ, വെളിപ്പാട്. ഇന്ന് തൊട്ട് പലരുടെയും അകത്ത് വിശുദ്ധി വെളിപ്പെടും. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ അടുത്ത് വരുന്നു. കർത്താവേ, യേശുവിൻ്റെ ആ വെളിപ്പാടിനു വേണ്ടി ഭൂമിയെ തിരഞ്ഞെടുത്തു. ഇന്ന് ആയിരക്കണക്കിന് വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്നു. എപ്രകാരം ദൈവത്തിൻ്റെ പുത്രൻ വെളിപ്പെട്ടോ ഞങ്ങൾ കേട്ടു, എപ്രകാരം വിശുദ്ധി പ്രാപിക്കണം. എത്ര ബലഹീനാവസ്ഥയിൽ ആണെങ്കിലും അവരുടെ അകത്ത് ഈ വചനം ചെന്നിട്ട്, ദൈവമേ, താഴ്മയുള്ളവനെ സൗഖ്യം കൊടുക്കണമേ, അവരെ അനുഗ്രഹിച്ച് ആ വലിയ മഹത്വത്തിൻ്റെ കാഴ്ചക്കാരാക്കി തീർക്കുവാൻ ഒരു സൈന്യമാക്കി മാറ്റണമേ ഇവരെ. അത് ചെയ്യുവാൻ നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. ആമീൻ.